ഏറ്റവും ഉയരെ പറക്കുന്നതിന്റെ കാരണം എന്താണ്? മഹാന്മാരായ ആളുകൾ ആശീർവദിച്ച പതാകയാണ്. SYSന്റെ പതാക, ആ പതാക നാടുനീളെ പാറിപ്പറക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ ചെന്ന് നോക്കിയാൽ നമ്മുടെ ആ കൊടി നമുക്കവിടെ കാണാൻ കഴിയും. മദീന മുനവ്വറയുടെ ചിത്രം ഉല്ലേഖനം ചെയ്ത ആ കൊടി എന്തുമാത്രം ആവേശത്തിലാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. അതിന്റെ കാരണം അതൊരു ബറക്കത്തുള്ള കൊടിയാണ് എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മനസ്സിലാക്കുക, ഇത് രണ്ടു കാരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഒന്നാമത്തെ കാരണം, നമ്മുടെ ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കുന്നത് ദീനിന്റെ ഹക്കായ മാർഗത്തിലാണ്, ശരിയായ മാർഗത്തിലാണ്. ആരാണ് ഇത് ശരിയായ മാർഗത്തിലുള്ള കൂട്ടായ്മയാണ് എന്ന് പറയേണ്ടത്? അത് മഹാന്മാരായ ആളുകൾ പറയണം, ദീൻ അറിയുന്ന ആളുകൾ പറയണം, കിതാബോധിയ വലിയ വലിയ മഹാന്മാരായ ആളുകൾ പറയണം. ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സുന്നികളിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളും അഭിപ്രായ വ്യത്യാസമില്ലാതെ സന്ദർശിക്കുന്ന വ്യക്തിത്വമാണ് മടവൂർ ഷരീഫിൽ വിശ്രമിക്കുന്ന ബഹുമാന്യരായ CM വലിയുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കരിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ഖുത്ബുൽ ആലം എന്ന പേരിലാണ് പരിചയപ്പെടുത്താറുള്ളത്. ആ ഖുത്ബുൽ ആലം CM വലിയുള്ള ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർകളെ എല്ലാ വിഭാഗം ആളുകളും അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്, ബഹുമാനപ്പെട്ടവരാണ്. 1989 ജനുവരി 18 അന്ന് വൈകുന്നേരം തന്റെ ഒരു ദൂതനെ പറഞ്ഞയക്കുന്നത് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ പരിസരത്തേക്ക്. ആ മർക്കസ് കോംപ്ലക്സിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാവൂർ റോഡിന്റെ പരിസരത്ത് ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്ന ഒരു തെങ്ങിന്റെ തൈയുടെ മേലെ കൈവച്ച് അവേലത്ത് തങ്ങളുപ്പാപ്പ അങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ വിജയങ്ങൾ നൽകുമാറാവട്ടെ. അവേലത്ത് തങ്ങളുപ്പാപ്പ കൈവച്ചങ്ങനെ നിൽക്കുകയാണ്. എന്താണ് അവിടത്തെ മുഖത്ത് മിന്നിമറയുന്നത്? തലേ രാത്രി തങ്ങൾ ഉറങ്ങിയിട്ടില്ല, AP ഉസ്താദ് ഉറങ്ങിയിട്ടില്ല. നമ്മുടെ നേതൃത്വത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആരും ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കാരണം പ്രതിസന്ധിയുടെ തീക്കടലിന്റെ മേലെ കൂടെ ആയിരുന്നു അന്ന് അഹ്ലുസുന്നയ്ക്ക് കടന്നു പോകാനുണ്ടായിരുന്നത്. അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസത്തെ പത്രത്തിലാണ് 6 പേരെ പുറത്താക്കി എന്ന ഒരു വാർത്ത വരുന്നത്. അതിന്റെ തലേ ദിവസമാണ് സമസ്തയുടെ ആലിമീങ്ങൾ 2 ഭാഗത്തേക്ക് പിരിയുന്നത്. പിരിഞ്ഞതിനു ശേഷം അവിടെയും കുതന്ത്രങ്ങൾ മെനഞ്ഞ ആളുകൾ 6 പേരെ പുറത്താക്കിയ വാർത്ത വരുന്നു. ആ വാർത്ത വന്നപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 19-ാം തീയതി എറണാകുളത്ത് സമ്മേളനം നടക്കണം. ആ സമ്മേളനം ഒരുപക്ഷേ ഇവിടെ നിന്നുള്ള ഏതെങ്കിലും വിലക്കിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ മൂലമായിട്ട് നിർത്തിവെക്കേണ്ട ഘട്ടം വന്നാൽ അള്ളാഹുവിന്റെ ദീനിന് വലിയ നഷ്ടം വരുമല്ലോ. എന്തു ചെയ്യും? ആരോ പറഞ്ഞു കോടതിയിൽ നിന്ന് സ്റ്റേ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 18-ാം തീയതി മുതൽ എറണാകുളത്ത് ക്യാമ്പ് ചെയ്യേണ്ട 2 നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട AP ഉസ്താദും അവേലത്തു തങ്ങളുപ്പാപ്പയും 2 പേരും എറണാകുളത്തേക്ക് പോവാതെ കോഴിക്കോട്ട് ക്യാമ്പ് ചെയ്യുകയാണ്. എന്താണ്? കോടതിയിൽ നിന്ന് സ്റ്റേ വന്നാൽ അത് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. രാത്രി 17 അന്ന് രാത്രി മർക്കസിൽ നിന്ന് എല്ലാവരും അങ്ങനെ രാത്രി നിരന്തരമായ മീറ്റിംഗുകൾ നടക്കുകയാണ്. ഇടയ്ക്ക് AP ഉസ്താദ് പറഞ്ഞ 2 കാര്യങ്ങളിലൊന്ന് ബഹുമാന്യരായ CM വലിയുള്ളയെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നായിരുന്നു. CM വലിയുള്ള ഒരാളെയും കോഴിക്കോട്ടെ ഇടിയങ്ങരയിലെ മൂപ്പന്റെ വീട്ടിലേക്ക് കടത്താൻ അനുവാദം കൊടുക്കാതെ വിശ്രമിക്കുന്ന സമയമാണ്. ഒരാൾക്കും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. ഫോണിൽ സംസാരിക്കുന്ന സംവിധാനമോ അല്ലെങ്കിൽ പ്രകൃതമോ അല്ല അവിടത്തേക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ കാണാൻ നിവൃത്തിയില്ല. പ്രതിസന്ധിയുടെ സമയത്ത് ഉസ്താദ് രാത്രി അങ്ങനെ പറയുന്നതായിട്ട് അണ്ടോണയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന മൊയ്തീൻ ഷാ മാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് CMനെ കണ്ടിരുന്നെങ്കിലെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അങ്ങനെ പറഞ്ഞ സമയത്താണ്
അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ സമയം ചെലവഴിക്കുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് വൈകുന്നേരം അങ്ങ് പടിഞ്ഞാറു ഭാഗത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ മർക്കസ് കോംപ്ലക്സ് നിൽക്കുന്നിടത്തേക്ക് വരികയാണ്. തെങ്ങിന്റെ മേലെ കൈവച്ചങ്ങനെ നിൽക്കുന്ന അവേരത്ത് തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞു ചോദിച്ചു, AP എവിടെയാണുള്ളത്? തങ്ങൾ പറഞ്ഞു, കുറച്ച് വടക്കോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ജോലി നടക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ട്. വിളിക്കാൻ വേണ്ടി പറയുന്നു. ഉടനെ വിളിപ്പിക്കുന്നു. സലാം പറഞ്ഞ് AP ഉസ്താദിന്റെ കൈ പിടിച്ച് ആ വന്ന വ്യക്തിത്വം പറഞ്ഞു. ആരാണ് ഈ വന്ന വ്യക്തിത്വം? ബഹുമാനപ്പെട്ട CM വലിയുള്ളാക്ക് ഖിദ്മത്ത് ചെയ്ത് കടിഞ്ഞുകൂടുന്ന അഹ്മദ് ബാബു മുസ്ലിയാരാണ്. അഹ്മദ് ബാബു മുസ്ലിയാരാണ്. അദ്ദേഹം അവേലത്ത് തങ്ങളോടും AP ഉസ്താദിനോടും അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഉടൻ എറണാകുളത്തേക്ക് പോകണം. SYSന്റെ സമ്മേളനത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും ഉടൻ പുറപ്പെടണമെന്ന് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടിത് പറയാൻ എന്നെ പറഞ്ഞയച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, തലേന്നു രാത്രി AP ഉസ്താദ് മർക്കസിൽ വെച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആരോടൊന്നില്ലാതെ പറയുന്നു, ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സമാധാനമുണ്ടാകുമായിരുന്നു. പക്ഷേ കാണാൻ നിവൃത്തിയില്ല. ആ സമയത്ത് അവിടത്തെ ശിഷ്യനെ ഇങ്ങോട്ട് അയച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഉടനെ എറണാകുളത്തേക്ക് പോകണം, സമ്മേളനം നടത്തണം, നിങ്ങൾ സമ്മേളനം നടത്തണം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അന്ന് CM വലിയുള്ള പറഞ്ഞു. അതെന്താണ് പറഞ്ഞത്? നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്തേക്ക് പോകണമെന്ന്. ഈ ഒരു പ്രതിസന്ധിയെ അനലൈസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള വിഷയങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് വിധി പറയാൻ കഴിയുന്ന ഉള്ളറിയുന്ന ഔലിയാക്കന്മാരിൽപ്പെട്ട ബഹുമാന്യരായ CM വലിയുള്ള പറയുന്നു, നിങ്ങൾ ഹക്കിന്റെ പക്ഷത്താണ്, അതുകൊണ്ട് എറണാകുളത്തേക്ക് പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, നമ്മുടെ ഈ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം ഇത് ഹക്കിന്റെ വഴിയിലുള്ള കൂട്ടായ്മയാണ് എന്നുള്ളതാണ്. CM വലിയുള്ള മാത്രമല്ല ഈ കാര്യം പറഞ്ഞത്. മക്കത്തുൽ മുക്കറമയിൽ നിന്ന് 2004 കോഴിക്കോട്ടേക്ക് വന്ന ഒരു വ്യക്തിത്വമുണ്ടായിരുന്നു. മക്കയിൽ ദർസ് നടത്തിയ വലിയ വ്യക്തിത്വം. മക്കയിൽ ദർസ് നടത്തിയ ആളെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ഇന്ന് സൗദി അറേബ്യ അവരുടെ നയം തിരുത്തിയിട്ടുണ്ട്. ഏതാണ് അവരുടെ നയത്തിൽ വന്ന മാറ്റം? ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേരിന്റെ കൂടെ സലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മൾ സയ്യിദുന മുഹമ്മദ് എന്ന് ചേർക്കാറുണ്ടെങ്കിൽ ആരോ പറഞ്ഞതിന്റെ ഫലമായിട്ട് അവിടെയുള്ള ചില മൗലവിമാരുടെ മുത്തവ്വമാരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയിൽ റസൂലുള്ളാഹിയുടെ പേരിന്റെ മുമ്പേ സയ്യിദുന എന്ന് ചേർക്കുന്നത് ഇടക്കാലത്ത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ അറിയണം, ഇന്ന് സൗദി അറേബ്യയിലുള്ള മനുഷ്യരും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ചൊല്ലുന്നത് പോലെ സ്വലാത്ത് ചൊല്ലുന്ന സമയം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദുന മുഹമ്മദ് എന്ന് ചൊല്ലുന്നിടത്തേക്ക് വന്നിട്ടുണ്ട്. ക്ലോക്ക് ടവറിന്റെ മേലെ, കഅബ ഷരീഫിന്റെ മുറ്റത്തെ ക്ലോക്ക് ടവറിന്റെ മേലെ ഇടയ്ക്ക് സലാത്ത് അങ്ങനെ തെളിഞ്ഞു വരും. ഹജ്ജിനോ ഉംറയ്ക്കോ പോയി അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ തെളിഞ്ഞു വരുന്ന സലാത്തിൽ ഹബീബിന്റെ പേരിന്റെ മുമ്പേ സയ്യിദുന എന്ന വാക്ക് അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആരാണ് ഈ ഒരു വാക്ക് തിരിച്ചു കൊണ്ടുവന്ന് സൗദി അറേബ്യയെ ഹബീബിന്റെ വഴിയിലൂടെ നടത്തിയ ആൾ ആരാണ്? ആ വ്യക്തിത്വമാണ് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. വലിയ തങ്ങളാണ്, വലിയ തങ്ങളാണ്. മക്കത്തെ തങ്ങന്മാരിൽ ഏറ്റവും വലിയ സയ്യിദായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. മക്കയിൽ ദർസ് നടത്തിയ വ്യക്തിത്വം, ഹബീബിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ച വ്യക്തിത്വം, പോരാട്ടം നടത്തിയ വ്യക്തിത്വം. ആ വലിയ മഹാൻ 2004 കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. ബക്കറ്റ് വരും, പരിഗണിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ കോഴിക്കോട്ടേക്ക് വരുന്നു. SYSന്റെ ഗോൾഡൻ ജൂബിലിയിൽ പങ്കെടുക്കാൻ. കടപ്പുറത്തെ ആ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്.
അവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോൾ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. എന്നെ കോഴിക്കോട്ടേക്ക്, കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഷെയ്ഖ് അബൂബക്കർ ബിൻ അഹ്മദ് ക്ഷണിച്ചപ്പോൾ, എന്നെ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചപ്പോൾ, സാധാരണ എനിക്കൊരു പതിവുണ്ട്, എന്നെ എന്റെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഏത് പരിപാടിക്ക് വേണ്ടി ആര് ക്ഷണിച്ചാലും ഞാൻ ചെയ്യുന്ന ഒരു പതിവെന്താണ്, ഞാൻ എന്റെ ഉപ്പാപ്പയോട് സമ്മതം ചോദിക്കും. ആ ഉപ്പാപ്പ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയി. എന്നിട്ട് അവിടത്തോട് ഞാൻ പറഞ്ഞു, എന്നെ ഷെയ്ഖ് അബൂബക്കർ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അവിടുന്ന് സമ്മതം കിട്ടിയതിനു ശേഷം മാത്രമാണ് നിങ്ങളെ കാണാൻ ഞാൻ കോഴിക്കോട്ടേക്ക് വന്നത്. സമ്മതം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നില്ല. പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെയുള്ള അഹ്ലുസുന്നയുടെ വലിയ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വരാൻ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണിച്ച ആളുടെ വിവരം പറഞ്ഞുകൊണ്ട് ബഹുമാന്യരായ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളെന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വം അവിടുന്ന് ഹബീബിന്റെ അടുത്ത് ചെന്ന് സമ്മതം ചോദിക്കുന്നു. റസൂലുള്ള സമ്മതം കൊടുത്തു എന്ന് അവിടുന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം. മഹാന്മാരായ ആളുകൾ പറയുന്നു, ഈ കൂട്ടായ്മ ഹക്കിന്റെ പക്ഷത്തുള്ള കൂട്ടായ്മയാണ്, റസൂലുള്ള പൊരുത്തപ്പെട്ട കൂട്ടായ്മയാണ്, ദീനിന്റെ ശരിയായ കൂട്ടായ്മയാണ് എന്ന്. അതുകൊണ്ടാണ് SYSന് അത്ഭുതങ്ങൾ രചിക്കാൻ കഴിയുന്നത്, SSFന് അത്ഭുതങ്ങൾ രചിക്കാൻ കഴിയുന്നത്. തിരൂരങ്ങാടിയിലെ ധർമ്മപുരിയിൽ 1988 മലപ്പുറം ജില്ല SSF സമ്മേളനം നടക്കുന്നത്. ഏകദേശം 18 വർഷം അല്ലെങ്കിൽ 28 വർഷം മുമ്പ്, ആ 28 വർഷം മുമ്പേ അവിടെ നടന്ന ആ സമ്മേളനം പ്രതിസന്ധിയുടെ സമയത്തായിരുന്നു. അന്ന് ആ സമ്മേളനത്തിലേക്ക് വരുന്നു. CM വലിയുള്ളാക്ക് വഴി കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ വടകര ചെറുവണ്ണൂരിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി തങ്ങൾ ആ വലിയ വ്യക്തിത്വമാണ് തിരൂരങ്ങാടിയിലെ ധർമ്മപുരിയിലേക്ക് വരുന്നത്. SSFന്റെ അന്നത്തെ പ്രവർത്തകന്മാരോട് വടകര മുഹമ്മദ് ഹാജി തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ അർശിന്റെ തണൽ കിട്ടുന്ന കൂട്ടത്തിലാണ്, നിങ്ങൾക്ക് അർശിന്റെ തണലുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിൽക്കണേ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാക്ക് വെളിച്ചം കാണിക്കാൻ, വഴി കാണിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ വടകര മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന വലിയ വ്യക്തിത്വമായിരുന്നുവെങ്കിൽ ഞാനിവിടെ 3-4 ആളെ പരിചയപ്പെടുത്തി. ഒന്ന്, ആ പതാക നെഞ്ചത്ത് വിരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പ്രകടനം നടത്തിയ ആഷിഖുർ റസൂൽ കുണ്ടൂർ പാപ്പ. രണ്ടാമത്തെ ആൾ CM വലിയുള്ള. മൂന്നാമത്തെ ആൾ മക്കത്തുൽ മുക്കറമയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ. നാലാമത്തെ ആൾ ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ. ആ പരമ്പര ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തീർക്കുക, അവസാനിപ്പിക്കുക എളുപ്പമല്ല. അത്ര വലിയ മഹാന്മാരായ ആളുകൾ പറഞ്ഞു ഈ കൂട്ടായ്മ ഹക്കിന്റെ കൂട്ടായ്മയാണ് എന്ന്. രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. എന്തേ ഈ പ്രസരിപ്പിന്റെ കാരണം? എന്തേ ഈ പുരോഗതിയുടെ കാരണം? എന്തേ ഈ നേട്ടത്തിന്റെ കാരണം? അതിന് രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. അള്ളാഹു നമുക്ക് നല്ല ഒരു നേതൃത്വത്തെ തന്നു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നല്ല ഒരു നേതൃത്വത്തെ തന്നു, അല്ല നല്ല ഒരു ഇമാമിനെ തന്നു എന്നുള്ളതാണ്. ആരാണ് ഈ നേതൃത്വം? ആ നേതൃത്വമാണ് സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ, നീ കാവലാവണേ അല്ലാ, നീ തണലാവണേ അല്ലാ, നീ തണിയാവണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ നമുക്ക് തന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ തൗഫീഖ്. അല്ലാഹ് ചെയ്തതിൽ വെച്ച് വലിയ ഒരു പുണ്യം. ആ പുണ്യങ്ങളിലൊന്ന് AP ഉസ്താദിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് AP ഉസ്താദിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് ഇത്ര വലിയ പുണ്യമായി കാണുന്നത്? മറ്റൊന്നുമല്ല,
ഈ കാണുന്ന രൂപത്തിൽ ഇന്നൊരു പക്ഷേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് പ്രതീക്ഷയറ്റുപോകാതെ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, ലോകത്തു തന്നെയുള്ള മുസ്ലിമീങ്ങൾക്ക് കേരളത്തെ മാതൃകയാക്കാൻ കഴിയുന്നുവെങ്കിൽ ആ വലിയ ഇമാമിനെ നോക്കിക്കൊണ്ടാണ്, ആ ഇമാമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, കഴിഞ്ഞ 2 ദിവസം മുമ്പെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ AP ഉസ്താദ് പോകുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോകുന്ന സമയം ഉസ്താദ് തന്റെ കുടുംബത്തിന്റെ കാര്യം പറയുന്നില്ല. ഉസ്താദ് SSFകാരുടെ കാര്യമല്ല പറയുന്നത്, SYSകാരുടെ കാര്യമല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു ഗ്രാമത്തിന്റെ കഥയല്ല പറയുന്നത്, ഒരു മഹല്ലത്തിന്റെ പ്രശ്നമല്ല പറയുന്നത്, നാടിന്റെ വിഷയം പറയുന്നു. ഇവിടെ ജീവിക്കുന്ന മുസ്ലിമിന്റെ കാര്യം പറയുന്നു, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുന്നു. ആ വിഷയം പറയാൻ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അരക്ഷിതരായി കഴിഞ്ഞുകൂടുകയാണ്. അവര് ഭീതിയുടെ നിഴലിലാണ്. ഭരണകൂടം ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ കാര്യം നിങ്ങൾ ഗൗരവതരമായി ശ്രദ്ധിക്കണമെന്ന് ഡൽഹിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ AP ഉസ്താദ്, ആ ഉസ്താദിനെ കിട്ടിയെന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ വലിയ സന്തോഷം. എന്തേ ഇങ്ങനെ പറയാൻ കഴിയുന്നത്, ഇപ്പോഴും എഴുന്നേറ്റു നിൽക്കാൻ കഴിയുന്നത്? ആ കഴിയുന്നത് മഹാന്മാരുടെ പൊരുത്തം കിട്ടിയതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ വയസ്സ് ഹിജ്രി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 80 കടന്നു കാണണം. ഹിജ്രി കലണ്ടർ അനുസരിച്ചുകൊണ്ട് 80 കടന്നിട്ടുണ്ടാകണം. അല്ല, ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 78 കടന്നിട്ടുണ്ട്. ഈ പ്രായത്തിലും അവിടുത്തെ ശബ്ദത്തിന് ഇടർച്ചയില്ല, പറയുന്ന വാക്കുകൾക്ക് പതർച്ചയില്ല. ഇപ്പോഴും അവിടുന്ന് വേറെ ഒരു രൂപത്തിൽ ഒരു വാക്ക് പറയുകയോ മാറ്റുകയോ ചെയ്യുന്നില്ല. പറഞ്ഞെടുത്ത് തന്റെ ഇടത്തോടെ നിൽക്കാൻ കഴിയുന്നു. പറയേണ്ട സമയത്ത് പറയേണ്ടത് അതുപോലെ പറയാൻ കഴിയുന്നു. എന്തായിരിക്കാം ഈ പുരോഗതിയുടെ കാരണം? അവിടത്തേക്ക് വലിയ പൊരുത്തം കിട്ടി എന്നുള്ളതാണ്. അവിടത്തെ കാലഘട്ടത്തിലെ ചെറുപ്പകാലം മുതൽ എല്ലാവരുടെയും പൊരുത്തം വാങ്ങാൻ തൗഫീഖ് കിട്ടിയ വ്യക്തിത്വമാണ്. അവിടുത്തെ ഉമ്മയുടെ നല്ല പൊരുത്തം കിട്ടിയിട്ടുണ്ട്, ബാപ്പയുടെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. ആ ഉമ്മയാണ്, കുഞ്ഞി മഹജുമ്മയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ ദർസിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ ഉമ്മയാണ് തന്റെ മോന് വലിയൊരു ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് ചെലവ് കൊടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ദർസിൽ പഠിപ്പിക്കുന്ന, ഓത്തുപള്ളിയിൽ പഠിപ്പിക്കുന്ന മൊല്ലാക്ക പറഞ്ഞു, എന്റെ ചെലവ് നിങ്ങൾ ഏറ്റെടുക്കണം. കുട്ടികളത് സ്വീകരിച്ചു. വീട്ടിലേക്ക് ചെന്ന് ഈ ചെറിയ അബൂബക്കർ എന്ന് പറയുന്ന കുട്ടി ഉമ്മയോടിത് പറഞ്ഞപ്പോൾ ആ ഉമ്മ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. കാര്യമറിയാതെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഈ ചെറിയ കൊച്ചുമോൻ, എന്തിനാണ് എന്റെ ഉമ്മ കരയുന്നത്? ഞാൻ പറഞ്ഞത് എന്റെ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എങ്ങനെയാണ് നമ്മൾ ഉസ്താദിന് ചെലവ് കൊടുക്കുക? ഇവിടെ അതിന് നിവൃത്തിയില്ലല്ലോ. കഞ്ഞി കുടിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നിവൃത്തിയില്ലാത്ത ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ദിവസം ഉസ്താദിന് ചെലവ് കൊടുക്കുക? ആ ഉമ്മ അത് ആലോചിച്ചപ്പോഴായിരുന്നു കരഞ്ഞു പോയിരുന്നത്. ഉസ്താദ് പറഞ്ഞു, അവസാനം എന്റെ ഉമ്മ പണിപ്പെട്ട് എന്റെ ഉസ്താദിന് മറ്റുള്ള വീട്ടുകാർ കൊടുക്കുന്നത് പോലെ തന്നെ ഒരു ദിവസം ചെലവിന് കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പറയട്ടെ, അവിടെ നിന്നാണ് ആ ചെറിയ കുട്ടി ഉയർന്നു വന്ന് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നം നൽകുന്നിടത്തേക്ക് ഉയർന്നു വന്നത് എങ്കിൽ ആ ഉമ്മ പൊരുത്തം കൊടുത്തിടത്താണ് ഈ കുട്ടിയുടെ വളർച്ചയുടെ തുടക്കം വരുന്നത്. ആ ഉമ്മ കൈപിടിച്ചുയർത്തുകയാണ്. എന്നിട്ട് ദർസിലേക്ക് പറഞ്ഞയക്കുന്നു. ദർസിൽ പഠിക്കുന്ന സമയം, പോക്കര് കുട്ടി ഉസ്താദിന്റെ ദർസിൽ പഠിക്കുന്ന സമയം, അണ്ടോണയിലെ പ്രസിദ്ധമായ ദർസാണ് പോക്കര് കുട്ടി ഉസ്താദിന്റെ ദർസ്. പോക്കര് കുട്ടി ഉസ്താദ് 20 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ആ ചെറിയ മുത്തഅല്ലിമിനെ, വെളുത്ത് കൊലുന്നനെയുള്ള മുത്തഅല്ലിമിനെ വെള്ളിയാഴ്ച രാവിലെ വിളിക്കും എന്ന് മൊയ്തീൻ ഷാ മാസ്റ്റർ പറയുകയാണ്. അടുത്തേക്ക് വിളിച്ച് സൂഫി വര്യന്മാരിൽപ്പെട്ട
ബഹുമാന്യരായ പോക്കരുകുട്ടി ഉസ്താദ് പറയുമായിരുന്നു അത്രേ, മോനെ നിങ്ങൾ ഒടുങ്ങാക്കാട്ടിൽ ഖുതുബയ്ക്ക് പോകണം, നിങ്ങൾ ഉരുളിക്കുന്ന് പള്ളിയിൽ ഖുതുബയ്ക്ക് പോകണം, നിങ്ങൾ ഓയലക്കുന്ന് പള്ളിയിൽ ഖുതുബയ്ക്ക് പോകണം. ബഹുമാനപ്പെട്ട പോക്കരുകുട്ടി ഉസ്താദ് ആ കാലത്ത് ഖാദി സ്ഥാനം വഹിച്ചിരുന്ന മലബാറിലെ പ്രസിദ്ധമായ മഹല്ലുകളിൽ ചിലതിന്റെ പേര് പറഞ്ഞുകൊണ്ട് 20 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മുത്തഅല്ലിമിനോട് നിങ്ങൾ ഖുതുബയ്ക്ക് പോകണമെന്ന് പറയുന്ന സമയം ആ മുത്തഅല്ലിമിന്റെ പേര് വിളിച്ചു പറയുന്നില്ല, എടാ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നില്ല. സ്നേഹത്തോടെ ഉസ്താദുമാർ എടോ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പോലും പോക്കരുകുട്ടി ഉസ്താദ് വിളിക്കാറുണ്ടായിരുന്നില്ല. പോക്കരുകുട്ടി ഉസ്താദ് ഈ മുത്തഅല്ലിമിനെ വിളിക്കുന്നത് സ്നേഹത്തോടെ മോനെ നിങ്ങൾ ഒടുങ്ങാക്കാട്ടേക്ക് പോകണമെന്നായിരുന്നു അത്രേ. അങ്ങനെ അവിടെ പോയി ഖുതുബയോതി ജുമുഅ കഴിഞ്ഞ് നിങ്ങൾ വഅള് പറയണം. വഅള് പറയാൻ ആദ്യമായി ഒരു പക്ഷേ പൊരുത്തം കൊടുത്ത വ്യക്തിത്വം പോക്കരുകുട്ടി ഉസ്താദായിരിക്കണം. പോക്കരുകുട്ടി ഉസ്താദ് പഴയകാലത്ത് നല്ല വായിലായിരുന്നു, കിണ്ണത്തിൽ മുട്ടുന്ന രൂപത്തിലായിരുന്നു അത്രേ. അവിടുത്തെ ശബ്ദം ഓരോ അക്ഷരവും അത്രമാത്രം വ്യക്തമായി ആളുകൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു അത്രേ. ആ ഉസ്താദ് പറയുന്നു, മോനെ ഞാൻ പോയി വഅദ് പറയേണ്ട സ്ഥലമാണ്, അവിടെ പോയി നിങ്ങൾ വഅദ് പറയണേ. അങ്ങനെ പൊരുത്തം കൊടുക്കുന്നു ദർസിൽ പഠിപ്പിച്ച ഉസ്താദ്. ഇത് എ.പി. ഉസ്താദിന് അള്ളാഹു നൽകിയ വലിയ തൗഫീഖാണ്. പോരാ, ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ 10-20 വർഷം മുമ്പെയാണ് റിയാദിലെ തടവറയിൽ അഹ്ലുസുന്നക്ക് വേണ്ടി സമയം ചെലവഴിച്ച് അവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയം ഉസ്താദിനെ കാത്തുകൊണ്ട് ആളുകൾ വരി നിൽക്കുകയായിരുന്നു ഈ പരിസരത്ത്. ഉസ്താദ് അവർകളെ കാത്തു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുല്ല സാത്തീദ് ഓക്കെ ഉസ്താദിന്റെ അടുത്ത് ചാരിയത്തെ ദർസിൽ പഠിച്ച മുത്തഅല്ലിമാണ് എ.പി. ഉസ്താദ് എന്ന് പറയുന്ന ഇന്നത്തെ ഈ വലിയ ആലിം. അന്നത്തെ മുത്തഅല്ലിം തന്റെ മുത്തഅല്ലിമിനെ കാത്തുകൊണ്ട് ഓക്കെ ഉസ്താദ് അങ്ങനെ നിൽക്കുകയാണ്. ഉസ്താദിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, സലാം പറഞ്ഞ് കൈപിടിക്കുന്ന സമയം ഓക്കെ ഉസ്താദ് കൈപിടിച്ച് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് നന്നു പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല, എന്റെ കുട്ടിയെ അള്ള പരാജയപ്പെടുത്തില്ല. റിയാദിലെ തടവറയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ആരോ തെറ്റുധാരണ പറഞ്ഞതിന്റെ പേരിൽ അവിടെ അകപ്പെട്ടതിനു ശേഷം രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന സമയം ഉസ്താദിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൊരുത്തം നൽകുകയാണ്. നേരത്തെ കൊടുത്തതിന് പുറമെയുള്ള പൊരുത്തം കൊടുക്കുന്നു. എന്റെ കുട്ടി പരാജയപ്പെടില്ല. ഉസ്താദ് അത് പറയുന്ന സമയം അവിടത്തെ കണ്ണു നനഞ്ഞിട്ടുണ്ടായിരുന്നു. എ.പി. ഉസ്താദിന്റെ കണ്ണു നിറഞ്ഞൊഴുകുകയായിരുന്നു. കേട്ടുനിന്ന കണ്ടുനിന്ന മുഅ്മിനീങ്ങളുടെ കണ്ണു നിറയുകയാണ്. എന്നിട്ട് കൈപിടിച്ചങ്ങനെ നടക്കുകയാണ്. എന്റെ കുട്ടിയെ അല്ലാഹു പരാജയപ്പെടുത്തില്ല. ദർസിൽ നേരത്തെ പഠിപ്പിച്ച ഉസ്താദുമാർ, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദുമാർ, അതുപോലെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ മുതൽ പരിസര നാടുകളിലും താൻ കണ്ടെത്തിയ പ്രദേശങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ മുതൽ ഇടപഴകിയെടുത്തുള്ള ആളുകളുടെ മുഴുവൻ ആളുകളുടെയും പൊരുത്തം വാങ്ങാൻ കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ എ.പി. ഉസ്താദിന്റെ വിജയത്തിന്റെ കാരണം. ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട വിഷയമാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. വളരെ ചെറുപ്പത്തിൽ തന്നെ വാദപ്രതിവാദ വേദികളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം, വളരെ നേരത്തെ തന്നെ വാദപ്രതിവാദ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തം ആയിരുന്നു ഇതിന് കാരണമായത്. പോരാ, ശബ്ദത്തിനൊരിടർച്ച പോലുമില്ല എന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആരാണ് പൊരുത്തം കൊടുത്തത്? ആദ്യം പൊരുത്തം കൊടുത്തയാളെയാണ് പോക്കരുകുട്ടി ഉസ്താദിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വേറെ ഒരാളുണ്ടായിരുന്നു, വാണിയമ്പലം ഉസ്താദ്. അള്ളാഹു ഈ മഹാന്മാരുടെ ഒക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. വാണിയമ്പലം ഉസ്താദ് എ.പി. ഉസ്താദിന്റെ പ്രസംഗം ആദ്യമായി കേൾക്കുന്നു പൂനൂരങ്ങാടിയിൽ വെച്ച്. അന്ന് ബാഖിയാത്തു സാലിഹാത്തിൽ നിന്ന് ബിരുദം വാങ്ങിയിട്ട്
നാട്ടിൽ പരിസരത്ത് ദർസ് നടത്തുന്ന സമയത്താണ് വലിയ ഒരു സമ്മേളനത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആലിമീങ്ങൾ പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം പെട്ടെന്ന് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിളിച്ചുകൊണ്ട് വാണിയമ്പലം ഉസ്താദ് പറയുന്നത്, നിങ്ങൾ അല്പം പ്രസംഗിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ മൈക്കിന്റെ മുമ്പിലേക്ക് വന്ന് തന്റെ സിദ്ധമായ ശൈലിയിൽ പ്രസംഗമങ്ങ് തുടങ്ങി. മണിക്കൂറുകളോളം സമസ്തയുടെ ആലിമീങ്ങളെ പ്രസംഗം കേട്ടിരിക്കുകയാണ്. കഴിഞ്ഞതിനു ശേഷം കൈപിടിച്ച് തലയിൽ കൈവച്ച് മന്ത്രിച്ചു കൊടുത്തുകൊണ്ട് ആശീർവദിച്ച് ദുആ ചെയ്തു കൊടുത്തുകൊണ്ട് വാണിയമ്പലം ഉസ്താദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ആ പൊരുത്തമായിരിക്കണം ഒരു പക്ഷേ ഇന്നും ആ ശബ്ദത്തിന് ഇടർച്ചയില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഉയർന്നു വരാൻ നിലനിൽക്കാൻ കഴിയുന്നത്. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വലിയ വിജയം എന്താണ്? നമ്മുടെ വലിയ വിജയം എന്താണ്? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സംഘടനകളുണ്ട് എന്നുള്ളതാണ്. ആരാണ് ഇങ്ങനെ ഒരു സംഘടനയെ ഈ കാണുന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തന്നത്? 1974 ഏപ്രിൽ 21 ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സമസ്തയിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് വരുന്ന സമസ്തയുടെ മുശാവറ യോഗത്തിൽ, പാലക്കാട് ജന്നത്തുൽ ഉലൂമിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷനാവുന്നത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദ് കോഴിക്കോട്ട് നടക്കുന്ന യോഗത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ യോഗത്തിൽ പാലക്കാട് വരെ സഞ്ചരിച്ച് മുശാവറ യോഗത്തിൽ അധ്യക്ഷനാവുന്നു. ആ മുശാവറ യോഗത്തിൽ അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വമേയുള്ളൂ. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് ഖമറുൽ ഉലമ, കാന്തപുരം ഉസ്താദ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ സമസ്തയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന വ്യക്തിത്വം, മുശാവറയിലേക്ക് ആ പേര് നിർദ്ദേശിക്കുന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ യോഗത്തിന്റെ അധ്യക്ഷരായി ആശീർവദിച്ച വ്യക്തിത്വം ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. കണ്ണിയത്ത് ഉസ്താദാണ്. മരിക്കുവോളം ആ ബന്ധം നിലനിന്നിട്ടുണ്ട്. 1989 ജനുവരി 17 അന്ന് സമസ്തയിൽ നിന്ന് ആലിമീങ്ങൾ 2 ഭാഗമായി മാറിയപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തം വാങ്ങാൻ താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദും അന്ന് വാഴക്കാട്ടേക്ക് പോവുകയാണ്. വാഴക്കാട്ടേക്ക് ചെന്നപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. നിങ്ങളെ ആര് പുറത്താക്കാനാണ്? നിങ്ങൾ പുറത്താണോ? ഞാനും പുറത്താ. നിങ്ങൾ അകത്താണോ? ഞാനും അകത്താണ്. അത് കഴിഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു അത്രേ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളത്? ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദിനോട് താജുൽ ഉലമയെന്ന് പറഞ്ഞു, എറണാകുളത്ത് സമ്മേളനമുണ്ട്, ആ സമ്മേളനത്തിന് പോകാൻ നിങ്ങളുടെ പൊരുത്തം വാങ്ങാൻ വന്നതാണ്. നിങ്ങളുടെ പൊരുത്തം വാങ്ങാൻ വന്നതാണ്. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, എന്തു സമ്മേളനമാണ്? SYSന്റെ സമ്മേളനം. ആരുടെ? ഏത് SYS ആണ്? നമ്മുടെ SYS ആണ്. അതിനൊരു കാരണമുണ്ട് അങ്ങനെ പറയാൻ. തൊട്ടിപ്പുറത്ത് SYSന്റെ പേരിൽ തന്നെ മറ്റൊരു സമ്മേളനം ആരോ തീരുമാനിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മെമ്മറിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉസ്താദ് ചോദിക്കുന്നത്, ആരുടെ സമ്മേളനമാണ്? SYSന്റെ സമ്മേളനം എന്ന് പറഞ്ഞപ്പോൾ ആരാണ് നടത്തുന്നത് എന്നായി അടുത്ത ചോദ്യം. കണ്ണിയത്ത് ഉസ്താദിനോട് താജുൽ ഉലമയോ അല്ലെങ്കിൽ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദോ എന്ന് പറഞ്ഞു. AP ആണ് നടത്തുന്നത്. അപ്പൊ ചോദിച്ചു, നമ്മുടെ AP അല്ലേ? നമ്മുടെ AP അല്ലേ? സമസ്തയുടെ ആലിമീങ്ങൾ 2 ഭാഗമായി പിരിഞ്ഞതിന്റെ പിറ്റേ ദിവസം അസർ കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിൽ നിന്ന് ഈ വാക്ക് വരുന്നത്, നമ്മുടെ AP അല്ലേ? നമ്മുടെ SYS അല്ലേ? നമ്മുടെ സമ്മേളനമല്ലേ? പോയി നടത്തിക്കൊടുക്കണം തങ്ങളെ. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാനും എറണാകുളത്തേക്ക് വരും. വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന വേദിയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യനെ പറഞ്ഞയക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്,
1974 ഏപ്രിൽ 21 അന്ന് മുശാവറയിലേക്ക് കൈപിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദും AP ഉസ്താദും തമ്മിലുള്ള ബന്ധം അവിടത്തെ വഫാത്ത് വരെ അങ്ങനെ തുടർന്ന ബന്ധമായിരുന്നു. ആ പൊരുത്തം സംഘടനാ രംഗത്ത് ഉസ്താദിന് വലിയ തോതിൽ സഹായമായ ഒരു പൊരുത്തമാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഉസ്താദ് SYSന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് കാസർഗോഡ് തായലങ്ങാടി മദ്രസയിൽ ചേർന്ന കൌൺസിലിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ആരാണ് ആ പേർ പറയുന്നത്? അതൊരു തൗഫീഖാണ്. ഇങ്ങനെ ഒരു ആളുടെ പേര് മറ്റൊരു മഹാൻ പറയുക എന്നുള്ളത്. അന്നത്തെ ആ ചെറുപ്പക്കാരന്റെ പേര് പറയുന്നത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിം